ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ താഴത്തെ ലിക്വിഡിറ്റീസ് എടുത്ത് മേളിലേക്കൊന്നും തന്നിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് എൻ്റെ ലാർജ് മൊമെൻറ്റ് എങ്ങോട്ടാണെന്നുള്ളത് വെയിറ്റ് ചെയ്യാണ്. ബട്ട് ഞാൻ എൻ്റെ എൻട്രി എടുക്കും. സോ ആ എൻട്രി എടുത്ത വീഡിയോസ് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത്, നമ്മൾ ജസ്റ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്തു. നമ്മൾ ഡെയിലി ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ 4 ഹവറിൽ പോവുകയാണെങ്കിൽ ഇതൊരു ഡെയിലി FEG ആണ്. അതുപോലെ തന്നെ നമുക്ക് 4 ഹവർ FEG ഉണ്ട്. ഇവിടെ ഒരു OB ഉണ്ട്. ഓക്കെ, ഇതൊരു പുൾ ബാക്കാണ്. ഈ ഒരു OB എന്ന് പറയുമ്പോൾ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ OBs ഉണ്ടാവും. നമുക്ക് ഇതിനകത്തൊരു മിറ്റിഗേഷൻ ബ്ലോക്കായിട്ട് ഇതിനെടുക്കാം. സോ അതൊരു റിയാക്ഷൻ പോയിൻ്റാണ്. സോ ആ ഒരു റിയാക്ഷൻ പോയിന്റിൽ നിന്ന് പ്രൈസ് ഡ്രോപ്പ് ചെയ്തു നമ്മുടെ FOMC ദിവസത്തിൽ. ഓക്കെ, FOMC ദിവസത്തിൽ അത്രയും നാൾ നമ്മൾ ബുള്ളിഷ് ആയിരുന്നു. സോ നമ്മൾ 1 ഹവറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണാം. 1 ഹവർ FEG പിന്നീട് താഴേക്ക് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. സോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്കോ സ്ട്രക്ചർ, മേളിലേക്ക് പ്രൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോവാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെ എൻട്രി എടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മറ്റേ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. സോ നമുക്ക് ഡെയിലിയിലേക്ക് വരാം. ഡെയിലി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിലേക്ക് വരാം, അല്ല 50 മിനിറ്റിലേക്ക് വരാം. അപ്പം തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ 18-23. ഓക്കെ, നമ്മൾ ഏഷ്യൻ ഹൈ എടുത്തു കഴിഞ്ഞ് താഴേക്ക് ബ്രേക്ക് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പുൾ ബാക്ക് തന്നു. നമ്മൾ OBയിൽ റിയാക്ട് ചെയ്തു, താഴേക്ക് വീണ്ടും ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നു. വീണ്ടും നമ്മൾ ലണ്ടൻ ലോ എടുത്തു കഴിഞ്ഞപ്പം റിവേഴ്സ് ചെയ്ത് മേളിലേക്ക് പോയി തിങ്കളാഴ്ച ദിവസം. ഓക്കെ, ബൈ സൈഡ് എടുത്തു, സെൽ സൈഡ് എടുത്തു, പുൾ ബാക്ക് വന്നു. പുൾ ബാക്കിൽ നിന്ന് നേരെ സെൽ സൈഡിലേക്ക് വീണ്ടും വന്നു. പ്രൈസ് വേറെ OBയിൽ റിയാക്ട് ചെയ്തു. ഫസ്റ്റ് ഈ OBയിൽ ജസ്റ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു 50% താഴേക്ക് വന്ന് അത് വീണ്ടും റിയാക്ട് ചെയ്ത് മേളിലേക്ക് പോയി. സോ ലിക്വിഡിറ്റിയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നത്. സോ ഏഷ്യൻ ഹൈ എൻട്രി ഉണ്ടായിരുന്നു, എടുത്തോ എന്തോ അറിയില്ല. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ഏഷ്യൻ ലണ്ടൻ റിവേഴ്സൽ, പിന്നീട് ന്യൂയോർക്ക് റിവേഴ്സൽ. ഓക്കെ, അപ്പം ഒരുമാതിരി ഒരു സീക്ക് ആൻഡ് ഡിസ്ട്രോയ് ടീം പോലൊരു സംഭവമായിരുന്നു. ബട്ട് സീക്ക് ആൻഡ് ഡിസ്ട്രോയ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു തിങ്കളാഴ്ച ദിവസം അതിൻ്റെ ഒരു കുഴപ്പമാണ്. അങ്ങനത്തെ എൻട്രീസൊക്കെ വരും. സോ നിങ്ങളുടെ സെറ്റപ്പ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ മേളിലേക്ക് ബുള്ളിഷ് എൻട്രികൾ തന്നു, ബുള്ളിഷ് മൊമെൻറ്റം തന്നു. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം, ഇതാണ് ചൊവ്വാഴ്ച നമുക്ക് 18-23 നോക്കാം. നമ്മുടെ ഏഷ്യൻ എൻട്രീസ് ഏഷ്യൻ ലോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് ലോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മേളിലേക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്നു. FEGയിൽ മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് മേളിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ ഡെയിലി FEGന്ന് ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഡെയിലി FEGന്ന് ഡ്രോപ്പ് വന്ന് നമ്മൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ്. സോ ലിക്വിഡിറ്റി പോയിന്റിൽ വന്നു. പിന്നെ പിറ്റേ ദിവസമാണ് സാധനം വന്നത്. അപ്പോഴത്തേക്കിനും പ്രൈസ് ഇത്രയും വോളറ്റിലിറ്റി ഇവിടെ തന്നതുകൊണ്ട് തന്നെ പ്രൈസ് സ്ലോ ഡൗൺ ആയി കഴിഞ്ഞ് നമ്മളുടെ ഇവിടെ ഇതൊക്കെ എൻ്റെ മറ്റേ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് എന്തുകൊണ്ട് ഞാൻ അവിടെ എൻട്രി എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2 വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ക്ലിയർ ആയിട്ട് നടന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മൾ പിന്നീട് ഏഷ്യൻ ഹൈ എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏഷ്യൻ ലണ്ടൻ റിവേഴ്സൽ, അതുപോലെ തന്നെ ലണ്ടൻ ന്യൂയോർക്ക് റിവേഴ്സൽ. സോ ഒരുമാതിരി ഇതുപോലെ തന്നെ ഒരു ദിവസം. ബട്ട് എന്തും സംഭവിക്കാം. നമുക്കത് ഇവിടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും, ഇവിടെയും റീഡ് ചെയ്യാൻ പറ്റും, ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും. സോ ഈ സാധനങ്ങൾ നിങ്ങൾ എഴുതി ജേർണൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം മനസ്സിലാവും. ഞാൻ ഈ സാധനത്തിനെക്കുറിച്ച് പണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ഞാൻ ഡെയിലി ചെയ്യുന്നതിനകത്ത് ഒരുപാട് വട്ടം ഈ സാധനം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് എൻട്രീസ് എടുക്കുന്നുണ്ട്.
ഈ ഒരു 3-4 റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് പേര് എൻട്രീസ് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് OBയിൽ ഇവിടെ മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റീസ് എടുത്തിട്ടുണ്ട്, 50 മിനിറ്റ് FEG. സോ 50 മിനിറ്റ് നമ്മൾ 1 അവറിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു 1 അവർ FEG ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 1 അവർ FEG ഫോം ചെയ്തതാണ് മേളിലേക്ക് പ്രൈസ് പോയേക്കുന്നത്. സോ ലിക്വിഡിറ്റി, FEGs, OBs, ഇന്ന സാധനങ്ങളൊക്കെ എങ്ങനെ നോക്കണം, ഏത് ടൈം ഫ്രെയിമിൽ നോക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടേതായ ചൂസാണ്. അത് ചൂസ് ചെയ്യുക. ഓക്കെ. പിന്നീട് വരുന്നത് നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. ബ്രേക്ക് താഴേക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ബെയറിഷ് അല്ല, ഇതുവരെ ബെയറിഷ് അല്ല, ബുള്ളിഷാണ്. സോ ബുള്ളിഷ് എൻട്രീസ്, ബുള്ളിഷ്. പിന്നീട് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, മേളിലേക്ക് പോയി നമ്മളുടെ ഇതൊരു ബ്രേക്കറായിട്ട് വേണേൽ കാണാം. നമ്മൾ ലിക്വിഡിറ്റി എടുത്തു, താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇതൊരു ബ്രേക്കറാണ്. സോ ബ്രേക്കർ ഈ ഒരു ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴാണ് ഇതൊരു ബ്രേക്കർ. മറ്റേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇതൊരു OB ആണ്. സോ OBയിൽ മെഡിക്കേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മൾ ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ടിൽ പ്രീമിയത്തിലെത്തിയേക്കാണ്. പ്രീമിയത്തിലെത്തി നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. ഇവിടുന്ന് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. ഇനി എവിടെയാണ് നമുക്കുള്ളത്? ഇതെല്ലാം നമ്മുടെ മെയിൻ പോയിൻ്റാണ്. ഈ മെയിൻ പോയിന്റിലേക്ക് പ്രൈസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം വേണം. ന്യൂസാണ് പ്രൈസിനെ ഡ്രൈവ് ചെയ്യുന്നത്. സോ ഇന്ന ദിവസമേ ഇന്ന സാധനം വീഴുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ. അപ്പം ഈ ദിവസം ഇത് നോക്കിയിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത്. ഈ സാധനം പക്ഷേ എനിക്ക് തന്നത് ന്യൂയോർക്കിലല്ല, കറക്റ്റ് 2 മണിയായപ്പോഴാണ് തന്നത്. സാധാരണ ന്യൂയോർക്കിൽ ഈ സാധനം സെറ്റപ്പായി ഇങ്ങനെ നിൽക്കും, എന്നിട്ട് 2 മണിയാകുമ്പോൾ ഡ്രോപ്പ് ചെയ്യാറാണ് പതിവ്. സോ അത് 2 മണിക്ക് വീണു, നമുക്കൊന്നും പറയാനില്ല. രാത്രിയിൽ ഓവർനൈറ്റ് റൺ, ഫുൾ ലിക്വിഡിറ്റീസ് എടുത്തു. നമ്മളുടെ ഈ വീക്കിലെ പരിപാടികൾ കഴിഞ്ഞു. ഓക്കെ. നമ്മളിനിയിപ്പോൾ 4 അവറിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഒരു FEG ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡിറ്റീസ് എല്ലാം എടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? പുൾ ബാക്കിനകത്താണ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. കഴിഞ്ഞ് ഇവിടെ ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ഉണ്ട്. അതിന് താഴേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് 1 അവറാണ്. പിന്നീട് നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റീസിലേക്ക് പ്രൈസ് പോവാണ്. ഇത് 1 അവർ മിറ്റിഗേഷൻ ബ്ലോക്കാണ്. ഈ ഒരു മിറ്റിഗേഷൻ ഇവിടെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. പ്രൈസ് മേളിലേക്ക് പോയി ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു, താഴേക്ക് വന്നു, ഫുള്ള് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു. പിന്നീട് ഈ ഒരു വിക്കിൻ്റെ പ്രീമിയം, ഈ വിക്കിൻ്റെ പ്രീമിയത്തിലാണ് പ്രൈസ്. ഓക്കെ. അതിൻ്റെ പ്രീമിയത്തിൽ നിന്ന് പ്രൈസ് മേളിലേക്ക് പോയി. ഇപ്പം പ്രീമിയം ആണെങ്കിൽ വിക്കിൻ്റെ പ്രീമിയം നമ്മൾ ബുള്ളിഷ് സെനേറിയോ തന്നെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴേക്ക് പ്രൈസ് വരില്ല. ഓക്കെ. താഴേക്ക് പ്രൈസ് പോവില്ല, ഇതിന് മേളിൽ തന്നെ നിന്ന് കളിക്കും. സോ മേളിലേക്ക് പോയി പ്രൈസ് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബൈ സൈഡ് എടുക്കുന്നു, സെൽ സൈഡ് എടുക്കുന്നു, ഫുള്ള് സീക്ക് ആൻഡ് ഡിസ്ട്രോയ്, ബൈ സൈഡ് എടുക്കുന്നു, സെൽ സൈഡ് എടുക്കുന്നു. നമ്മളുടെ ന്യൂസ് ഡേ ആണ്. ന്യൂസ് ഡേയ്സ് ഞാൻ അങ്ങനെ എൻട്രീസ് എടുക്കാറില്ല. സോ എൻട്രീസ് ഉണ്ടേ എടുക്കും കേട്ടോ, കഴിയൊന്നുമില്ല. സോ പിന്നീട് നമ്മുടെ വരികയാണെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫ്രാക്ടൽ നേച്ചറിൽ നടന്നിട്ടുണ്ട് സ്വീപ്പ്. നമ്മുടെ എൻട്രീസ് അത് മെഡിക്കേറ്റ് ചെയ്ത് മേളിലേക്ക് പോയി. ആ ഒരു ബുള്ളിഷ് സെനേറിയോ അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ റിട്രേസ്മെൻറ്റ് നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് നമ്മൾ റിട്രേസ് ചെയ്ത് വീണ്ടും ബൈ സൈഡ് ലിക്വിഡിറ്റീസ് നോക്കിപ്പോയി. ഇതിവിടെ ഒരു എൻട്രി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ വീഡിയോയിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. സോ പിന്നീട് ഫ്രൈഡേ എന്ന് പറയുന്നത് നമ്മുടെ EU-ന് ന്യൂസ് ഉണ്ടായിരുന്നു. സോ EU-ൻ്റെ ന്യൂസാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ ഈ സാധനം ഡ്രോപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ ഡ്രോപ്പ് ചെയ്യില്ലായിരുന്നു. അത് എൻ്റെ മണ്ടത്തരം. സംടൈംസ് നമുക്ക് അങ്ങനെ പറ്റും. നമ്മളതിനകത്ത് ലേൺ ചെയ്യും. ബട്ട് നമ്മൾ വിചാരിച്ച കാര്യം തന്നെ നടക്കും, അതാണ് നമ്മൾ നോക്കുന്നത്. ബട്ട് പ്രൈസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രൈസ് ചെയ്യും. സോ നമ്മൾ ബൈ സൈഡ് എടുത്തു. ഞാൻ ഈ ഒരു ഡ്രോപ്പിൽ തന്നെ താഴേക്ക് വരുമെന്നാണ് വിചാരിച്ചത്, ബട്ട് വന്നില്ല. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ താഴേക്ക് വന്നപ്പോൾ ഞാനത് എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. സോ അത് നമ്മളുടെ കയ്യിലല്ല. സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. പിന്നീട് ഒരു പുൾ ബാക്ക് വന്നു, പുൾ ബാക്കിൽ എൻട്രി, ഇവിടുന്ന് ബൈ സൈഡിലേക്ക് എൻട്രി. സോ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇവിടെ ഒരു FEG ഉണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ FEG ഉണ്ട്. 3 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ 3 മിനിറ്റിൽ നല്ല കിടിലനായിട്ട് കാണാം നമുക്ക്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ FEG, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ FEG, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ FEG. ഇവിടെ ഒരു ക്ലീൻ എൻട്രി ഉണ്ടായിരുന്നു. സോ OB എൻട്രീസൊക്കെ ഇഷ്ടം
ഇഷ്ടംപോലെ. നമ്മളുടെ വൺസ് നമ്മളുടെ എയിം പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പരിപാടി നിർത്തി ഇറങ്ങും. നമ്മളുടെ പരിപാടി നിർത്തി ഇറങ്ങിയേക്കുന്നത് 10 മണിയുടെ ആ ഒരു റേഞ്ചിലാണ്. 11 മണിക്കാണ് ആ സാധനം വന്നേക്കുന്നത്. 11 മണിക്ക് ഒരു മാക്രോ ഉണ്ട്. ആ ഒരു മാക്രോ ആണ് നമുക്ക് ബെയറിഷ് സെനേറിയോസ് വന്നേക്കുന്നത്. സോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്നത്. ഇറ്റ്സ് എ നൈസ് വീക്ക്. കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും ഇറ്റ്സ് ഗുഡ് വീക്ക്. അപ്പം സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്. നമ്മളുടെ അടുത്ത വീക്ക് ഏറ്റവും നന്നായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ. Good vibes. See you guys in next video. Stay safe. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking bitches straight for another cat.